നാം നേരിടുന്ന ഏറ്റവും വലിയ ശത്രു ആരാണ്? അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മൾ തന്നെയാണ്. ലോകം കീഴടക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് സ്വന്തം മനസ്സിനെ കീഴടക്കുക എന്നതാണ് വിജയത്തിന്റെ ഒന്നാമത്തെ പാഠം അല്ലെങ്കിൽ നിയമം എന്ന്. നമ്മൾ എന്ത് നമ്മുടെ മനസ്സിനോട് പറയുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ച് ബാഹ്യലോകത്തെ മത്സരങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഉള്ളിലെ തടസ്സങ്ങളെ ആദ്യം നിങ്ങൾ നീക്കണം. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നമ്മൾ ലോകം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. വിജയം നേടുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നതും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കപ്പെടുമ്പോൾ പ്രോക്രാസ്റ്റിനേഷൻ വലിയ അപകടകരമായ ഒന്നാണ്. അപ്പോഴാണ് നാം പരാജയത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുന്നത്. ഒരു ചെറിയ ശീലത്തെ തോൽപ്പിക്കുന്നത്, ഒരു കുഞ്ഞു ശീലത്തെ തോൽപ്പിക്കുന്നത് പോലും ഒരു വലിയ വിജയത്തിന്റെ തുടക്കമായി വേണം കണക്കാക്കാൻ. നമസ്കാരം. ജീവിതത്തിൽ നമുക്ക് വിജയിക്കുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളെ ഒരുപക്ഷെ നമ്മൾ നിയമങ്ങൾ എന്ന് വിളിക്കും, മറ്റു പല പേരുകളിലും നമ്മൾ വിളിക്കാറുണ്ട്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നമ്മൾ ലോകം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. വിജയം നേടുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നതും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്. അത്തരത്തിൽ ഒട്ടനവധി നിയമങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ നിയമങ്ങളെക്കുറിച്ചാണ്, വിജയത്തിനുള്ള ആ നിയമങ്ങളെക്കുറിച്ചാണ്, മനുഷ്യനുമായി ബന്ധപ്പെട്ട ആ നിയമങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ തുടർച്ചയായി ഒരു പരമ്പരയായി പരിശോധിക്കുന്നത്. ഏതാണ്ട് 100 നിയമങ്ങൾ ഈ തരത്തിൽ വിജയ നിയമങ്ങളായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ നിയമങ്ങളിൽ ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് നിയമം 1. ജീവിതത്തിൽ വിജയിക്കാൻ ആദ്യം നമ്മൾ സ്വയം ജയിക്കണം. ഈ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ വിജയിക്കാൻ ആദ്യം നമ്മൾ സ്വയം ജയിക്കണം. നമ്മൾ തന്നെ നമ്മളെ ജയിക്കണം എന്നാണ്. നമ്മുടെ ജീവിതം ഒരു യുദ്ധക്കളമാണെന്ന് കരുതുക. പക്ഷെ അവിടെ നാം നേരിടുന്ന ഏറ്റവും വലിയ ശത്രു ആരാണ്? അത് പുറത്തുള്ളവരല്ല കേട്ടോ. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മൾ തന്നെയാണ്. ലോകം കീഴടക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് സ്വന്തം മനസ്സിനെ കീഴടക്കുക എന്നതാണ് വിജയത്തിൻ്റെ ഒന്നാമത്തെ പാഠം അല്ലെങ്കിൽ നിയമം എന്നത്. ഇതിനെക്കുറിച്ച് യുദ്ധം എന്ന കലയെക്കുറിച്ച് എഴുതിയ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പുസ്തകങ്ങളൊന്നായ ദ ആർട്ട് ഓഫ് വാർ എന്ന പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ സൻസു പറയുന്നത്, അദ്ദേഹം ഒരു ചൈനീസ് എഴുത്തുകാരനാണ്. ലോകത്തിലുള്ള ഇതുവരെയുള്ള എല്ലാ യുദ്ധങ്ങളെയും കുറിച്ച്, യുദ്ധ നിയമങ്ങളെക്കുറിച്ച് ഇന്ന് പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ യുദ്ധ നിയമങ്ങളും അദ്ദേഹത്തിൻ്റെ ആശയവുമായി പിൻപറ്റിയതാണ്. ആ യുദ്ധ നിയമങ്ങളിൽ ഇപ്പോൾ നമ്മൾ കണ്ണിൽ മുളക് പൊടി ഇടുക എന്നപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്. ഈ കണ്ണിൽ മുളക് പൊടി ഇടുന്ന ആ പ്രയോഗം പോലും ഇത്തരത്തിലുള്ള ആക്രമണ തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് സൻസു അവതരിപ്പിച്ച കാര്യമാണ്. അപ്പം ഇത്തരത്തിൽ നിയമങ്ങളുണ്ട്. ആ അവനവനിൽ തന്നെയുള്ള, സൻസു പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, പുറമേയുള്ള 1000 യുദ്ധങ്ങൾ ജയിക്കുന്നതിനേക്കാൾ പ്രധാനമാണ്, ബുദ്ധനെ കൊട്ടത് കൊണ്ടാണ് സൻസു അത് സംസാരിച്ചത്. 1000 യുദ്ധങ്ങൾ പുറത്ത് ജയിക്കുന്നതിനേക്കാൾ വലുതാണ് അവനവനോട് തന്നെയുള്ള യുദ്ധം, ഉള്ളിലുള്ള യുദ്ധത്തെ ജയിക്കുക എന്നത്. അപ്പം ഇതിനെയാണ് സ്വയം ജയിക്കുക എന്ന് പറയുന്നത്, നമ്മളെ തന്നെ ജയിക്കുക എന്ന് പറയുന്നത്. അപ്പം എന്താണ് സ്വയം ജയിക്കുക എന്ന് പറഞ്ഞാൽ? ഭൂരിഭാഗം ആളുകളും പരാജയപ്പെട്ടു പോകുന്നത് കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് സ്വന്തം വികാരങ്ങൾ, അവരുടെ സ്വന്തം ചിന്തകളിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങൾക്കും അവരുടെയൊക്കെ ശീലങ്ങൾക്കും അടിമകളാകുന്നത് കൊണ്ടാണ് അവർ മിക്കവാറും പരാജയപ്പെട്ടു പോകുന്നത്. രാവിലെ എഴുന്നേൽക്കണമെന്ന് തീരുമാനിച്ചിട്ടും 5 മിനിറ്റ് കൂടി ഒന്ന് കിടക്കാം എന്ന് പറഞ്ഞ് ആ അലാറം സുഖമായിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്യുന്ന ചില ആളുകളെ കണ്ടിട്ടില്ലേ? അവർ ആ എഴുന്നേൽക്കാനുള്ള അവരുടെ ശ്രമത്തിൽ സത്യത്തിൽ അവർ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കപ്പെടുമ്പോൾ പ്രോക്രാസ്റ്റിനേഷൻ വലിയ അപകടകരമായ ഒന്നാണ്. അപ്പോഴാണ് നാം പരാജയത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുന്നത്. ഇവിടെയെല്ലാം നമ്മളെ തോൽപ്പിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ തന്നെ മടിയും അച്ചടക്കം ഇല്ലായ്മയുമാണ്. എന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. ഈ ദൗർബല്യങ്ങളെ മറികടന്നുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിലാക്കുന്നതിന് എങ്ങനെയാണ്, ആ നിയന്ത്രണത്തിലാക്കുന്നതിനെയാണ് സ്വയം ജയിക്കൽ എന്ന് വിളിക്കുന്നത്. അവിടെ നമ്മളെ തന്നെ കീഴടക്കുകയാണ്. ആത്മനിയന്ത്രണം അതിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒന്നാണ്. വിജയത്തിൻ്റെ താക്കോൽ എന്ന് വേണമെങ്കിൽ ആത്മനിയന്ത്രണത്തിനെ പറയാം. ലോകപ്രശസ്ത ദാർശനികരും വിജയികളായ വ്യക്തികളുമെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തവന് മറ്റൊന്നിനെയും നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ 2 വ്യക്തിത്വങ്ങളുണ്ട്. ഒന്നാമത്തെ വ്യക്തിത്വം ഉയരങ്ങളിലേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന ജീവിയാണ്. നമ്മളെപ്പോഴും ദിവാസ്വപ്നം കണ്ടു നടക്കുന്ന ആളുകളാണ്. സ്വപ്നം ആവശ്യമാണ്, അല്ലേ? ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്വപ്നം എന്ന് നമ്മുടെ മഹാനായ ശാസ്ത്രജ്ഞൻ APJ അബ്ദുൽ കലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ്
സ്വപ്നജീവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല. ഈ സ്വപ്നജീവിയായിട്ട് ദിവാസ്വപ്നങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. ഒരിക്കലും പ്രായോഗികമല്ലാത്ത ഒരു തലത്തിലാണ്. അതൊരു തലമാണ്. രണ്ടാമത്തെ തലം സുഖസൗകര്യങ്ങളിൽ മയങ്ങിക്കിടക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരനാണ്. ഈ സ്വപ്നജീവിക്ക് താഴെയാണ് ഇത്തരം ആളുകൾ. എപ്പോഴും അവർക്ക് കംഫർട്ട് സോണിലാണ് അവരെപ്പോഴും ഉണ്ടാവുക. ഇതിനാര് ജയിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും, ഈ രണ്ട് വ്യക്തിത്വങ്ങളെ ജയിക്കുന്നു എന്ന് അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഭാവി തീരുമാനിക്കപ്പെടുക. സ്വന്തം ദേഷ്യം അല്ലെങ്കിൽ അസൂയ, അതല്ലെങ്കിൽ ഭയം, ആലസ്യം, ഒന്നും ചെയ്യാനുള്ള മടി, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള വലിയ മടി, അതൊക്കെ തിരിച്ചറിയുകയും അവയ്ക്ക് മുകളിൽ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആ സമയത്താണ് നിങ്ങളൊരു മാസ്റ്റർ ആയി മാറുന്നത് എന്ന് കാണാം. സ്വയം ജയിക്കാനുള്ള പ്രായോഗികമായ വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അച്ചടക്കം ശീലിക്കണം. സെൽഫ് ഡിസിപ്ലിൻ മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അച്ചടക്കം എന്നത് സ്വയം നൽകുന്ന ഒരു ശിക്ഷയല്ല കേട്ടോ, മറിച്ച് അത് നമുക്ക് സ്വയം നൽകുന്ന സ്നേഹമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തടസ്സമാകുന്ന താൽക്കാലിക സുഖങ്ങളെയൊക്കെ എല്ലാം ഉപേക്ഷിക്കാനുള്ള ഒരു ആർജവമാണ് സത്യത്തിലേക്ക്. കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യുക എന്നത് ഇതിൻ്റെ ആദ്യത്തെ പടിയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് സമയത്ത് സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. മനസ്സിനെ നിരീക്ഷിക്കുകയാണ് അടുത്ത പടി എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകളിങ്ങനെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ശ്രദ്ധിക്കുക. ചിന്തകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു മണിക്കൂറിൽ ആയിരക്കണക്കിന് ചിന്തകളാണ് തോട്ട് പ്രോസസ്സിലൂടെ നമ്മുടെ ഉള്ളിലൂടെ സഞ്ചരിച്ച് പോകുന്നത്. അപ്പോൾ അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കാൻ, ആ ചിന്തകൾ എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നെഗറ്റീവ് ചിന്തകളുണ്ട്. ആ നെഗറ്റീവ് ചിന്തകൾ കടന്നു വരുമ്പോൾ അവയെ പോസിറ്റീവ് എനർജി കൊണ്ട് പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ അതിലേക്ക് പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് അവയർനെസ് ഉണ്ടാവണം. ഞാൻ ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണല്ലോ എന്ന് ചിന്തിക്കാനുള്ള ഒരു അവയർനെസ് നിങ്ങൾക്കുണ്ടാവണം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനസ്സ് ഒരു കുതിരയെ പോലെയാണ് എന്ന് പറയും. അതിനെ മെരുക്കാൻ, അതിനെ കൈപ്പിടിയിൽ നിർത്താൻ നമ്മൾ പഠിച്ചാൽ അത് നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതല്ലെങ്കിൽ അത് നമ്മെ താഴെയിടും. ഇതാണ് സംഭവിക്കുന്നത്. ശീലങ്ങളെ മാറ്റിയെടുക്കുക എന്നതാണ് അടുത്ത പടി. നമ്മുടെ ജീവിതം എന്നത് നമ്മുടെ ശീലങ്ങളുടെ ആകത്തുകയാണ് എന്ന് പറയും. നമ്മുടെ ജീവിതം നമ്മുടെ ശീലങ്ങളുടെ മൊത്തം തുകയാണ്, ആകത്തുകയാണ്. മോശം ശീലങ്ങളെ ഓരോന്നായി കണ്ടെത്തി അവയെ നല്ല ശീലങ്ങൾ കൊണ്ട് പകരം വെക്കാൻ നമുക്ക് കഴിയണം. നല്ല നല്ല ശീലങ്ങൾ കൊണ്ട് പകരം വെക്കാൻ നമുക്ക് കഴിയണം. ഒരു ചെറിയ ശീലത്തെ തോൽപ്പിക്കുന്നത്, ഒരു കുഞ്ഞു ശീലത്തെ തോൽപ്പിക്കുന്നത് പോലും ഒരു വലിയ വിജയത്തിൻ്റെ തുടക്കമായി വേണം കണക്കാക്കാൻ. അപ്പം വിജയിക്കുന്നവരുടെ മനോഭാവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്വയം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകം നിങ്ങളെ തോൽപ്പിക്കില്ല എന്നതാണ്. കാരണം പുറത്തുള്ള പ്രതിസന്ധികൾ നിങ്ങളെ തളർത്തുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭയം കാരണമാണ്. നമ്മൾ പുറമെ എന്തെങ്കിലും ഒരു തടസ്സം കാണുമ്പോൾ, ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ആ തടസ്സങ്ങൾ കാണുമ്പോൾ നമ്മളത് കണ്ട് തളർന്നു പോകുന്നത് നമ്മുടെ ഉള്ളിലെ ഒരു ഭയം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ ആരാണ് എന്ന അറിയാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഉള്ളിൽ ഭയമില്ലാത്തവനെ പുറത്തുള്ള ഒന്നിനും ഭയപ്പെടുത്താനാവില്ലെന്ന, അകത്ത് ഭയമില്ല. അങ്ങനെ പിന്നെ പുറത്തുള്ള ഭയം എങ്ങനെയാണ് അയാളെ ഭയപ്പെടുത്താൻ കഴിയുക? ആത്മവിശ്വാസം എന്നത് ഒരിക്കലും അഹങ്കാരമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വളരെ ആത്മവിശ്വാസത്തോടെ പെരുമാറുന്ന, സംസാരിക്കുന്ന ആളുകളെ അഹങ്കാരികൾ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അത് അഹങ്കാരമല്ല കേട്ടോ, മറിച്ച് സ്വന്തം കഴിവിനെയും അവനവൻ്റെ തന്നെ പരിമിതിയെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മറികടക്കാനുള്ള ഒരു കരുത്താണ് ആത്മവിശ്വാസം എന്നത്. ഒരു മികച്ച ലീഡറോ അല്ലെങ്കിൽ ഒരു കലാകാരനോ അതല്ലെങ്കിൽ ഒരു സംരംഭകനോ ഒക്കെ ആകണമെങ്കിൽ ആദ്യം നിങ്ങളുടെ തന്നെ മികച്ച ഒരു ബോസായിട്ട് മാറണം. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നതല്ല, നിങ്ങൾ മനസ്സിനോട് പറയുന്നതാണ് ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. എല്ലാവരും മനസ്സ് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് പലരും പോകുന്നത്. മനസ്സ് പറയുന്ന കാര്യങ്ങൾ എന്നതിന് പിന്നാലെയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയുന്ന ആ കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. സെൽഫ് ടോക്ക്, നമ്മുടെ ഉള്ളിൽ നമ്മോട് തന്നെ പറയുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ മനസ്സിനോട് പറയുന്ന കാര്യങ്ങൾ. ആ സെൽഫ് ടോക്ക് എന്താണ്? അത് നെഗറ്റീവായിട്ടുള്ള ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഫലമായിരിക്കും ലഭിക്കുക. അത് പോസിറ്റീവായിട്ടുള്ള ടോക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ടുള്ള ഒരു ടോക്കായിരിക്കും ലഭിക്കുക. അപ്പം നമ്മൾ എന്ത് നമ്മുടെ മനസ്സിനോട് പറയുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ച് ബാഹ്യലോകത്തെ മത്സരങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഉള്ളിലെ തടസ്സങ്ങളെ ആദ്യം നിങ്ങൾ നീക്കണം. അതാണ് ആദ്യം അതിനൊരു ക്ലീനിങ് വരുത്താനുണ്ട്. പുറമേയുള്ള സംസർഗങ്ങളിലേക്ക് പുറത്തുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ അകം ക്ലീൻ ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ഉള്ളിലൊരു തടസ്സമുണ്ട്. എന്തിനും നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ആരോ നമ്മളോട് പറയും, അയ്യോ അവിടെ നിൽക്കട്ടെ, കുഴപ്പമാകുമോ,
ആ ക്രിയേറ്റീവ് ടെൻഷനുണ്ട്. ലക്ഷ്യത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ പലരും ലക്ഷ്യത്തിലെത്താതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർക്ക് എത്തേണ്ട ലക്ഷ്യങ്ങളെ, അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് എനിക്കത് സാധിക്കുമോ എന്ന അവരുടെ ചിന്തയാണ്. ഇതിനെ ക്രിയേറ്റീവ് ടെൻഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം ആ തടസ്സങ്ങൾ അകത്തുള്ള തടസ്സമാണിത്, പുറത്തുള്ളതല്ല. അപ്പോൾ അകത്തുള്ളത് അത്രയും തന്നെ പുറത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ അകത്തുള്ള ആ തടസ്സത്തെ നീക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ സ്വയം ജയിക്കുന്നവന് അവന് മുമ്പിൽ ലോകത്തെ എല്ലാ വാതിലുകളും താനെ തുറക്കപ്പെടും എന്നാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ചെറിയ ഒരു മടിയെങ്കിലും, ഒരു പെർസെൻറ്റേജ് എങ്കിലും, 1% ഒരു ശതമാനം നിയമം, 1% റൂൾ എന്ന് പറയും. ആ 1% മടിയെങ്കിലും ജയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ശീലത്തെ നിങ്ങൾക്ക് 1% നിങ്ങൾക്ക് മറികടക്കാൻ, മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, നിങ്ങൾ തീർച്ചയായും വിജയത്തിൻ്റെ പാതയിലാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി 100 വിജയമാർഗങ്ങളുടെ രണ്ടാമത്തെ വീഡിയോയുമായി ഉടൻ കാണാം നമുക്ക്. താങ്ക് യു.